യൂസഫിനെ കണ്ട് അത്ഭുതപ്പെട്ട സ്ത്രീകളോട് സുലൈഖ പരിഹാസച്ചിരിയോട് ചോദിച്ചു, ഒറ്റ പ്രാവശ്യം കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോയെങ്കിൽ എന്റെ കൊട്ടാരത്തിൽ നിത്യവാസിയായ യൂസഫിനെ കണ്ട് ഞാൻ അവനിൽ ക്ഷയിക്കാൻ ആഗ്രഹിച്ചു പോയതിൽ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? എന്നാൽ ഞാൻ യൂസഫിനോട് ഇനിയും കൽപ്പിക്കും, അതിന് വഴങ്ങിയില്ലെങ്കിൽ ഞാൻ അവനെ തടവിലാക്കും. സുലൈഖയുടെ പ്രവൃത്തികൾ കണ്ടും നാട്ടിൽ നടക്കുന്ന പ്രചരണങ്ങളിലും മാനസികമായി വിഷമിച്ച യൂസഫ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, സർവലോകരക്ഷിതാവായ അള്ളാഹുവേ, ഇവർ എന്നെ എന്തിലേക്കാണോ നയിക്കാൻ ശ്രമിക്കുന്നത് അതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ജയിലാകുന്നു. അവരുടെ ചതിയെ എന്നിൽ നിന്ന് തെറ്റിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ അടുക്കലേക്ക് ചായും. ഞാൻ അവിവേകങ്ങളിൽ പെട്ടുപോകുന്നുമായിരിക്കും. യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അങ്ങനെ അസീസ് തൻ്റെ ഭാര്യയാണ് തെറ്റുകാരിയെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു വിചാരണ പോലും നടത്താതെ യൂസഫിനെ ജയിലിൽ അടച്ചു. യൂസഫ് ജയിലിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടി. അങ്ങനെ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം യൂസഫിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, താങ്കളെ അള്ളാഹു നുബുവത്ത് കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായി അങ്ങയെ തിരഞ്ഞെടുത്തു. സ്വപ്നവ്യാഖ്യാനം നടത്തുവാനുള്ള പ്രത്യേക കഴിവും അള്ളാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ യൂസഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ സ്തുതിച്ചു. ഈ സന്തോഷ വാർത്ത നബിയെ അറിയിക്കുവാനാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നത് എന്നും പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോയി. നബി സ്വപ്നവ്യാഖ്യാനങ്ങൾ നടത്തുവാൻ തുടങ്ങി. അത് സത്യമായി പുലർന്നു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ യൂസഫ് നബി അലൈഹിസ്സലാമിക്ക് ജയിൽ ജീവനക്കാരുടെ പ്രത്യേക പരിഗണനയും ബഹുമാനവും നൽകി പോന്നിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നബിയുടെ സഹതടവുകാരനായിരുന്ന അദ്ദേഹത്തിന്റെ കൂടെ 2 ജയിലിൽ പ്രവേശിപ്പിച്ച 2 പേർ തങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് നബിയോട് പറഞ്ഞു. അതിന്റെ വ്യാഖ്യാനം തേടി നബിയോടൊപ്പം ജയിൽവാസികളായ 2 പേർ ഹബ്ബാസും സർക്കിയയും. ഇരുവരും മിസ്രിലെ രാജാവായ റയ്യാൻ ഇബ്നു വലീദിന്റെ കൊട്ടാരം പരിചാരകരാണ്. സാക്കിയയുടെ ജോലി രാജാവിന് വീഞ്ഞു പകർന്നു കൊടുക്കലും ഹബ്ബാസിന് റൊട്ടി ഉണ്ടാക്കി കൊടുക്കലുമാണ്. അയൽ രാജ്യത്തെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം റയ്യാൻ ഇബ്നു വലീദിന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് ഇരുവർക്കുമെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. തങ്ങളുടെ അന്ത്യവിധിയും പ്രതീക്ഷിച്ചു കഴിയുന്ന അവർ ഒരു ദിവസം തങ്ങൾ ഇരുവരും കണ്ട വിചിത്രമായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്തെന്നറിയുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ അരികിലെത്തി. സാക്കി പറഞ്ഞു, നബിയെ, ഞാൻ ഒരു സ്വപ്നം കണ്ടു. 3 ശിഖരങ്ങളോട് കൂടിയ ഒരു മുന്തിരിവള്ളിയിൽ നിന്നു താൻ മുന്തിരി പറിച്ചു വീഞ്ഞാക്കിയെന്നും അതിൽ നിന്നു റയ്യാൻ ഇബ്നു വലീദ് ചക്രവർത്തി തന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു നബിയെ. ഇത് കേട്ടുകഴിഞ്ഞ യൂസഫ് നബി അലൈഹിസ്സലാം സാക്കിയോട് പറഞ്ഞു, സാക്കി, നിങ്ങൾ കണ്ട വൃക്ഷത്തിന്റെ 3 ശിഖരങ്ങൾ 3 ദിവസങ്ങളാണ്. ഇന്നേക്ക് 3-ാം ദിവസം ചക്രവർത്തി നിങ്ങളുടെ വിധി പ്രസ്താവിക്കും. ആ വിധിയിൽ താങ്കൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതാണ്. അങ്ങനെ താങ്കളെ ജോലിയിൽ തിരികെ എടുക്കുന്നതുമാണ്. ഈ വ്യാഖ്യാനം കേട്ട അയാൾ സന്തോഷഭരിതനായി അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാം സാക്കിയോട് പറഞ്ഞു, നിങ്ങൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയാൽ എന്നെക്കുറിച്ച് ചക്രവർത്തിയോട് പറയണം. സാക്കി സമ്മതവും നൽകി അയാൾ തിരിച്ചുപോയി. ശേഷം പാചകക്കാരനായ അബ്ബാസ് പറഞ്ഞു,
നബിയെ, ഞാൻ 3 പാത്രങ്ങളിലായി ചക്രവർത്തിക്കുള്ള റൊട്ടിയുമായി പോകുമ്പോൾ വഴിയിൽ വെച്ച് പറവകൾ അതെല്ലാം കൊത്തിവലിച്ചു നശിപ്പിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബ്ബാസിനോട് യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അബ്ബാസെ, നിങ്ങൾ കണ്ട സ്വപ്നം ഒരു ദുർനിമിത്തമാണ് കാണിക്കുന്നത്. ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങളെ വിധി പ്രസ്താവിക്കും. അതിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിയും. താങ്കളെ ഒരു മരത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കും. നിങ്ങളുടെ മാംസം കഴുകന്മാർ കൊത്തിവരിക്കും. ഈ വ്യാഖ്യാനം കേട്ട അയാൾ ഞെട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു പോയി. നബിയുടെ വ്യാഖ്യാനം പുലർന്നു. അവരിരുവരുടെ വിധി ചക്രവർത്തി 3 ദിവസത്തിനു ശേഷം പ്രസ്താവിച്ചു. സാക്കി നിരപരാധിയാണെന്നും അതുകൊണ്ട് തന്നെ അയാളെ ജോലിയിലേക്ക് തിരിച്ചെടുത്തു. അബ്ബാസ് കുറ്റക്കാരനാണെന്നും അതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലാനും വിധി പ്രസ്താവിച്ചു. യൂസഫ് നബി അലൈഹിസ്സലാം സാക്കിയെ ഏൽപ്പിച്ച ചക്രവർത്തിയോട് തന്നെ കുറിച്ച് പറയണമെന്ന് കാര്യം സാക്കി മറന്നുപോയിരുന്നു. അങ്ങനെ ജയിലിൽ വസിക്കുന്ന കാലത്ത് നബി ജയിലിന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു യാത്രാ സംഘം ആ വഴിയിലൂടെ കടന്നു പോകുന്നത് നബി കണ്ടു. ആ സംഘത്തിന്റെ മുന്നിൽ നടന്ന ഒട്ടകം അവിടെ മുട്ടുകുത്തി. മുന്നോട്ട് നടക്കാൻ മടിച്ച ഒട്ടകത്തെ യജമാനൻ ദേഷ്യത്തോടെ തല്ലാൻ ശ്രമിച്ചു. ഇത് കണ്ട യൂസഫ് നബി അലൈഹിസ്സലാം അതിനെ തല്ലരുതെന്നും അയാളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അയാൾ ജയിലിലേക്ക് നോക്കി. ചന്ദ്രന്റെ പ്രഭ പോലെ തിളങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ യൂസഫ് നബിയോട് ആരാണെന്ന് ചോദിച്ചു. ഒരു ഉപദേശിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കൻആനിൽ നിന്ന് വരുന്നു. കൻആൻ എന്ന് കേട്ടപ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാം അയാളോട് ചോദിച്ചു, കൻആനിൽ 12 ശിഖരമുള്ള ഒരു വൃക്ഷമുണ്ടായിരുന്നില്ലേ? അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? കച്ചവടക്കാരൻ പറഞ്ഞു, അത് അവിടെ തന്നെ ഉണ്ട്. അതിൽ ഒരു ശിഖരം ഉടഞ്ഞു പോയിരിക്കുന്നു. നബിയിൽ ആശ്വാസം തോന്നി. ഇങ്ങനെ ചിലത് നടന്നതായി ചില കിസ്സകളിൽ പറയുന്നുണ്ട്. ഇതിനുശേഷം അയാൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെയും ഒരുപാട് വർഷം യൂസഫ് നബി അലൈഹിസ്സലാം ജയിൽ ജീവിതം തുടർന്നു. ഒരു ദിവസം റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. അതിന്റെ വ്യാഖ്യാനം അദ്ദേഹം പലരോടും അന്വേഷിച്ചെങ്കിലും കൃത്യമായ വ്യാഖ്യാനം ചക്രവർത്തിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് സാക്കിക്ക് പെട്ടെന്ന് നബിയെ കുറിച്ച് ഓർമ്മ വന്നത്. യൂസഫ് നബി അലൈഹിസ്സലാം ചക്രവർത്തിയോട് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ മറന്നതിൽ അയാൾക്ക് അതിയായ വിഷമം തോന്നി. സാക്കി രാജാവിനെ മുഖം കാണിച്ചു. പ്രഭോ, ജയിലിൽ ഒരു യുവാവുണ്ട്. യൂസഫ് എന്നാണ് പേര്. സ്വപ്ന വ്യാഖ്യാനത്തിൽ സമർത്ഥനാണ് അദ്ദേഹം. വ്യാഖ്യാനം അതേപടി പുലർന്നുമുണ്ട്. രാജാവ് യൂസഫ് നബി അലൈഹിസ്സലാമയോട് സ്വപ്ന വ്യാഖ്യാനം തേടാൻ തീരുമാനിച്ചു. രാജാവിന്റെ നിർദ്ദേശപ്രകാരം സാക്കി നബിയെ കാണുവാൻ ജയിലിൽ ചെന്നു. നബിയെ കണ്ടപ്പോൾ അയാൾ കുറ്റബോധത്താൽ വിഷമിച്ചു. നബി അപ്പോൾ അയാളെ സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്തത്. നീ ഒട്ടും ലജ്ജിക്കേണ്ടതില്ല. നിന്നെ അക്കാര്യം മറപ്പിച്ചു കളഞ്ഞത് പിശാചാണ്. അയാൾ സന്തുഷ്ടനായ രാജാവിന്റെ സ്വപ്ന വാർത്ത അയാൾ നബിയോട് പറഞ്ഞു. രാജാവിന്റെ സ്വപ്നത്തെ കുറിച്ച് സാക്കി യൂസഫ് അലൈഹിസ്സലാമിനോട് ഇങ്ങനെ വിവരിച്ചു. സത്യസന്ധനായ യൂസഫെ, കൊഴുത്തു തടിച്ച 7 പശുക്കളെയും മെലിഞ്ഞ ചുളുങ്ങിയ 7 പശുക്കൾ തിന്നു വിളഞ്ഞു പാകമെത്തിയ 7 കുതിരകളെയും ഉണങ്ങിപ്പോയ 7 കുതിരകളെയും സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എങ്ങനെയായിരിക്കും? ഇതായിരുന്നു രാജാവിന്റെ സ്വപ്നം. ഇതിന്റെ വ്യാഖ്യാനം താങ്കൾ പറഞ്ഞു തന്നാലും. നബിയെ, എന്നെ നിയോഗിച്ചവരായ ആളുകളുടെ അടുക്കൽ അങ്ങ് പറഞ്ഞു തരുന്ന വ്യാഖ്യാനം ഞാൻ അറിയിച്ചു കൊടുക്കാം.
യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾ 7 വർഷം തുടർച്ചയായി ശരിയാവണ്ണം വിളയിക്കണം. എന്നിട്ട് നിങ്ങളുടെ അത്യാവശ്യത്തിനു വേണ്ടുന്ന ധാന്യം മാത്രം മെതിച്ചെടുത്ത് ബാക്കിയെല്ലാം കതിരുകളിൽ തന്നെ സൂക്ഷിക്കണം. ഇതിനെ തുടർന്നു കഠിനമായ ക്ഷാമമുള്ള 7 വർഷങ്ങളാണ് ഉണ്ടാവുക. അക്കാലങ്ങളിൽ അത്യാവശ്യത്തിനു വേണ്ടുന്നത് നിർത്തിവെച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് തിന്നാം. തുടർന്നുണ്ടാകുന്ന 1 വർഷത്തോളം ധാരാളം മഴ പെയ്തു. മുന്തിരിവള്ളിയും മറ്റും തഴച്ചു വളർന്നു ധാരാളം ഫലങ്ങളുണ്ടാവും. അവ പിഴിഞ്ഞ് നീരെടുത്ത് സുഖമായി ആഹാരം കഴിക്കും. തടിച്ച പശുക്കളും പച്ച കുതിരകളും കുറിക്കുന്നത് വിപുലമായ തോതിൽ കൃഷി നടക്കുന്ന ക്ഷേമകാലത്തെയാണ്. മെലിഞ്ഞ പശുക്കളും ഉണക്ക കതിരുകളും അനന്തരമുണ്ടാകുന്ന ക്ഷേമകാലങ്ങളെയും സൂചിപ്പിക്കുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വ്യാഖ്യാനം സാക്കി രാജാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് യൂസഫ് നബി അലൈഹിസ്സലാമിനെ കാണുവാൻ അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചു. ജയിലിൽ പോയി ആ മഹാനായ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ സാക്കിയോട് രാജാവ് കൽപ്പിച്ചു. സാക്കി ജയിലിൽ ആയിരുന്ന യൂസഫ് നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് ചെന്ന്, രാജാവ് താങ്കളെ കാണുവാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന വിവരം അറിയിച്ചു. എന്നാൽ നബി പോകുവാൻ വിസമ്മതിച്ചു. ഇതിനെപ്പറ്റി ഖുർആനിൽ പറയുന്നത് ഇങ്ങനെയാണ്: